ആകാശഗംഗ സർവ്വവ്യാപിയായ ഗുരുത്വാകർഷണത്തിന്റെ അദൃശ്യ നൂലുകളാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രില്യൺ കണക്കിന് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മഹത്തായ ഒരു പ്രപഞ്ച ചുഴലിക്കാറ്റ്. ഈ മിന്നിമറയുന്ന പ്രപഞ്ച ചുഴലിക്കാറ്റിന്റെ അതിരുകളിൽ ഏകാന്തമായൊരു നക്ഷത്രമുണ്ട്, നമ്മുടെ സൂര്യൻ. അതിരില്ലാത്ത ബഹിരാകാശത്തിന്റെ അഗാധതയിലൂടെ നിശബ്ദമായത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനു ചുറ്റും ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന നിഗൂഢമായ നെബുലകൾ വരിഞ്ഞു കിടക്കുന്നു. ഇരുണ്ട കോസ്മിക് പൊടിപടലങ്ങൾ ഗാലക്സിയിലെ മുഴുവൻ മേഖലകളെയും മനുഷ്യന്റെ കണ്ണിൽ നിന്നും അത് മറച്ചു വെക്കുന്നു. ആ മഞ്ഞുമൂടിയ അഗാധതകളിൽ സ്വന്തം നിയമങ്ങളാലും സ്വയം ഭൗതിക സത്യങ്ങളാലും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ധാരാളം ഘടനകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യ മനസ്സിന് ഈ വലിപ്പം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുകയേയില്ല. എന്നിരുന്നാലും നമ്മളിപ്പോഴും ഈ മഹത്തായ പ്രപഞ്ചഘടനകളെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം പ്രപഞ്ചത്തിന്റെ മഹത്വം മനുഷ്യനെ ഒരിക്കലും വിസ്മയിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നേയില്ല. ഇന്ന് ഇതുപോലുള്ള അത്ഭുതങ്ങളിൽ ചിലതിനെ നമ്മൾ അടുത്തറിയാൻ പോവുകയാണ്. നമ്മുടെ ഗാലക്സിക്കുള്ളിൽ ഏകദേശം 200 ബില്യൺ നക്ഷത്രങ്ങളും 1 ട്രില്യൺ എക്സോ പ്ലാനറ്റുകളും നിലനിൽക്കുന്നു. ഓരോ ആകാശഗോളവും അതിൻ്റെതായ സ്വഭാവവും അതുല്യ ഗുണങ്ങളുമുള്ള വ്യത്യസ്ത ലോകങ്ങളാണ്. ചില നക്ഷത്രങ്ങൾ അത്രയും ഭീമാകാരമാണ്, അവയ്ക്ക് മുഴുവൻ നക്ഷത്ര വ്യവസ്ഥകളെയും വിഴുങ്ങുവാൻ തന്നെ കഴിയും. എന്നാൽ മറ്റു ചിലത് വളരെയേറെ ചെറുതാണ്. അവ ഇരുണ്ട പ്രപഞ്ച അഗാധതയിൽ ഒരു തീപ്പൊരി പോലെ മാത്രം മിന്നിമറയുന്നു. ചില നക്ഷത്രങ്ങൾ ഏകാന്ത യാത്രികരാണ്. മറ്റു ചിലത് പരസ്പരം ബന്ധപ്പെട്ട് വളരെയേറെ സങ്കീർണമായ മൾട്ടി സ്റ്റാർ സിസ്റ്റങ്ങൾ രൂപപ്പെടുത്തുന്നു. ഗുരുത്വാകർഷണത്തിന്റെ നിയമങ്ങളനുസരിച്ച് ക്ഷീരപഥത്തിലെ ഇരുണ്ട നെബുലകൾക്കും ചുവന്ന ചൂടുള്ള ഹൈഡ്രജൻ മേഘങ്ങൾക്കും ഇടയിൽ പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. തിളങ്ങുന്ന നക്ഷത്രക്കൂട്ടങ്ങളും ഗംഭീരമായ അസോസിയേഷനുകളും നിരന്തരം രൂപം കൊള്ളുന്നു. നമ്മുടെ സൂര്യനിൽ നിന്നും വെറും 50 പ്രകാശവർഷം മാത്രം അകലെയുള്ള പ്രദേശം മാത്രം നോക്കിയാൽ പോലും ഏകദേശം 2000 നക്ഷത്രങ്ങൾ കണ്ടെത്താൻ സാധിക്കും. വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബെർണാഡ് നക്ഷത്രം, നിഗൂഢമായ പ്രോക്സിമ സെന്റൗറി, തിളങ്ങുന്ന സിറിയസ്, വളരെയേറെ സങ്കീർണമായ ക്ലസ്റ്റർ മൾട്ടി സ്റ്റാർ സിസ്റ്റം, ഇവയെക്കുറിച്ച് നാം മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതിനേക്കാളും ദൂരത്തേക്ക് പോകാം. സൗരയൂഥത്തെ ഏറെ പിന്നിലാക്കി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ലോക്കൽ ബബിൾ എന്നറിയപ്പെടുന്ന ഒരു ഭീമൻ ഘടനയിൽ എത്തിച്ചേരും. വളരെ ചൂടുള്ള അപൂർവമായ ഹൈഡ്രജൻ നിറഞ്ഞ ഒരു മേഖലയാണിത്. തണുത്ത കോസ്മിക് പൊടിപടലങ്ങളുടെ ഭിത്തികളാൽ ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നു. അനവധി സൂപ്പർനോവ വിസ്ഫോടനങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നിത് 300 പ്രകാശവർഷത്തിൽ കൂടുതലുള്ള ഒരു വലിയ കോസ്മിക് ശൂന്യതയായി വ്യാപിച്ചു കിടക്കുന്നു. ഈ ഘടനകളെ സൂപ്പർ ഷെൽ എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ഇവ ഗാലക്സിയുടെ ഡിസ്ക് പോലും താണ്ടിപ്പോകും. നമ്മുടെ ഭൂമി ഒരു ലോക്കൽ ബബിൾ മേഖലയിലെ ലോക്കൽ ഇന്റർസ്റ്റെല്ലർ ക്ലൗഡ് എന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശ മാനദണ്ഡമനുസരിച്ച് വളരെ വേഗതയിൽ നമ്മുടെ സൗരയൂഥം ലൂപ്പ് 1 ബബിൾ എന്ന മറ്റൊരു ഭീമൻ കോസ്മിക് മേഖലയിലേക്ക് പ്രവേശിക്കും. ഈ അതിശക്തമായ കുമിള നമ്മുടെ ലോക്കൽ ബബിൾ പോലെ തന്നെ വലുതാണ്. ഇരുവരും ഭാഗികമായി പരസ്പരം ഇഴചേർന്നതിനാൽ അതിന് കൃത്യമായ അതിർത്തികൾ വ്യക്തമല്ല. ഭൂമിയിൽ നിന്നും ഏകദേശം 250 മുതൽ 300 പ്രകാശവർഷം വരെ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ പറയുന്ന ദൂരം പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണല്ലേ. ഇതിന്റെ കേന്ദ്രം ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായ അൻറ്റാരസിന്റെ അടുത്താണ്. ഈ 2 കോസ്മിക് ബബിളുകളുടെയും അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നക്ഷത്രമാണ് സ്പൈക്ക. സ്പൈക്ക എന്ന പേര് നമ്മൾ അധികം കേട്ടിട്ടില്ല. എന്നാൽ ഈ നക്ഷത്രം ആൽഫ വിർജിൻ എന്നും അറിയപ്പെടും. രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ആൽഫ വിർജിൻ. ഭൂമിയിൽ നിന്നും ഏകദേശം 250 പ്രകാശവർഷം അകലെയുള്ള ഈ സ്പൈക്ക യഥാർത്ഥത്തിൽ 5 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു മൾട്ടി സ്റ്റാർ സിസ്റ്റമാണ്. നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഇവയിൽ 3 ഘടനകൾ അത്യന്തം ദൂരത്തിലുള്ള മങ്ങിയ നക്ഷത്രങ്ങളാണ്. ഒപ്റ്റിക്കൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ
ഇവയെ ഭൂമിയിൽ നിന്നും ഒരിക്കലും കാണുവാൻ സാധിക്കില്ല. സ്പൈക്ക ബി, സ്പൈക്ക സി എന്നിങ്ങനെ അറിയപ്പെടുന്ന രണ്ട് ചെറിയ ഘടനകൾ സിസ്റ്റത്തിന്റെ അതിർത്തിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സ്പൈക്ക ബി പൊതുപിണ്ഡത്തിൽ നിന്നും ഏകദേശം 6000 ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ അകലെയാണ്. അതേസമയം സ്പൈക്ക സി 14000 ജ്യോതിശാസ്ത്ര യൂണിറ്റുകളിൽ കൂടുതൽ അകലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മറ്റൊരു ഘടകമായ സ്പൈക്ക എ സി സിസ്റ്റത്തിന്റെ കേന്ദ്രത്തോട് വളരെ അടുത്താണ്. ഏകദേശം 660 ദിവസങ്ങളിൽ ഒരിക്കൽ ഇത് പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു. ഈ നക്ഷത്രം നമ്മുടെ സൂര്യനേക്കാൾ 4.4 മടങ്ങ് കൂടുതൽ മാസുള്ളതും ഇതിന്റെ ഭ്രമണത്തിന്റെ ആരം ഏകദേശം 4 ജ്യോതിശാസ്ത്ര യൂണിറ്റുകളുമാണ്. എന്നാൽ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ പ്രധാന ശ്രദ്ധ പിടിച്ചുപറ്റിയത് മറ്റൊരു സംവിധാനമാണ്. സ്പൈക്ക എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന അതിശക്തമായ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ബൈനറി സിസ്റ്റം. ഇതിലെ രണ്ട് നക്ഷത്രങ്ങളും അത്രത്തോളം സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ആധുനിക ദൂരദർശിനികൾ പോലും അവയെ വേർതിരിച്ച് കാണുവാൻ സാധിക്കില്ല. ഇത്തരം നക്ഷത്രങ്ങളെ സ്പെക്ട്രോസ്കോപ്പിക് ബൈനറീസ് എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ സാന്നിധ്യം നേരിട്ട് കാണുന്നതിലൂടെ അല്ല, പക്ഷേ അവയുടെ സംയുക്ത സ്പെക്ട്രത്തിൽ സംഭവിക്കുന്ന ആനുകാലിക മാറ്റങ്ങളിലൂടെയാണ് ശാസ്ത്രജ്ഞന്മാർ അവയെ പഠിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സ്പൈക്ക എ എന്നറിയപ്പെടുന്ന പ്രധാന ഘടകം ഒരു നീല വെളുത്ത ഭീമൻ നക്ഷത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഈ നക്ഷത്രം നമ്മുടെ സൂര്യനേക്കാൾ ഏകദേശം 11.4 മടങ്ങിൽ കൂടുതൽ മാസും 4 ഇരട്ടിയിലധികം വലിപ്പവുമുള്ളതാണ്. ഇതിന്റെ ആരം സൂര്യന്റെ 7.5 മടങ്ങാണ്. 25,000 കെൽവിനിൽ കൂടുതൽ ഉപരിതല താപനിലയുള്ള കാരണം ഇത് സൂര്യനേക്കാൾ ഏകദേശം 20,000 മടങ്ങിൽ കൂടുതൽ തിളക്കമുള്ളതാണ്. അതിനാൽ മുഴുവൻ സിസ്റ്റത്തിന്റെയും പ്രകാശത്തിന് പ്രധാന സംഭാവന നൽകുന്നത് സ്പൈക്ക എ തന്നെയാണ്. ഇതിന്റെ അടുത്ത പങ്കാളി സ്പൈക്ക എ ബി പ്രകാശത്തിൽ കുറച്ച് പിന്നിലാണെങ്കിലും അതിശക്തമായൊരു നക്ഷത്രമാണ്. ഇത് സൂര്യനേക്കാൾ 7.2 മടങ്ങ് കൂടുതൽ മാസുള്ളതും 3.7 മടങ്ങിൽ കൂടുതൽ വലിപ്പമുള്ളതുമാണ്. ഇതിന്റെ ഉപരിതല താപനില 20,900 കെൽവിനിലും കൂടുതലാണ്. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും ഇടയിലുള്ള ദൂരം ഏകദേശം 12 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ മാത്രമാണ്. അതായത് ബുധനും സൂര്യനും തമ്മിലുള്ള ദൂരത്തേക്കാൾ പോലും കുറവ്. ഇത്രയും അടുത്തായതിനാൽ ശക്തമായ ഗുരുത്വാകർഷണം അവയുടെ രൂപത്തെ തന്നെ വികലമാക്കുന്നു. അവ ഗോളാകൃതിയിൽ നിന്നും നീണ്ട ദീർഘവൃത്തത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സ്പൈക്കയുടെ സംയുക്ത സ്പെക്ട്രം അതീവ സങ്കീർണമാണ്. ഓരോ നക്ഷത്രവും ബീറ്റ സെവി വേരിയബിൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇവയുടെ ഉള്ളിൽ നടക്കുന്ന ശക്തമായ പ്രക്രിയകൾ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഷോക്ക് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിന്റെ ഫലമായി ഈ നക്ഷത്രങ്ങൾ നിരന്തരം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഡസൻ കണക്കിന് വ്യത്യസ്ത താളങ്ങൾ ഒരുമിച്ച് അവയുടെ പ്രകാശത്തെ മാറ്റിമറിക്കുന്നു. ഇതിലെ വിചിത്രമായ കാര്യം എന്തെന്നാൽ ഈ രണ്ട് നക്ഷത്രങ്ങളും ഒരേ വേഗതയിലല്ല, വ്യത്യസ്ത വേഗതയിലാണ് കറങ്ങുന്നത്. സാധാരണ അടുത്തുള്ള ബൈനറി സിസ്റ്റങ്ങളിൽ ടൈഡൽ ഫോഴ്സുകൾ നക്ഷത്രങ്ങളുടെ ഭ്രമണത്തെ ഒരേ താളത്തിലാക്കും. എന്നാൽ സ്പൈക്കയുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ ചെറുപ്പമാണ് ഇതിന് കാരണമെന്നാണ്. കണക്കുകൾ പ്രകാരം ഇത് വെറും 12.5 ദശലക്ഷം വർഷങ്ങൾ മുമ്പാണ് രൂപപ്പെട്ടത്. എന്നിരുന്നാലും മറ്റൊരു സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. ഒരിക്കൽ പരസ്പരം അകലുകയായിരുന്ന ഈ രണ്ട് നക്ഷത്രങ്ങൾ പിന്നീട് ഗുരുത്വാകർഷണത്തിൽ ബന്ധപ്പെട്ട് ഒന്നിച്ചിരുന്നതായിരിക്കാം. നക്ഷത്ര പരിണാമത്തെക്കുറിച്ചുള്ള നിലവിലെ സിദ്ധാന്തങ്ങൾ ശരിയാണെങ്കിൽ സ്പൈക്ക എ ഇനിയൊരു പ്രധാന ശ്രേണി നക്ഷത്രമല്ല. അതിന്റെ തെർമോ ന്യൂക്ലിയർ ഇന്ധനം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇത് വികസിക്കുവാനും തണുക്കുവാനും തുടങ്ങും. അതോടൊപ്പം അതിന്റെ ദ്രവ്യം രണ്ടാമത്തെ നക്ഷത്രത്തിലേക്ക് ഒഴുകി തുടങ്ങും. ഈ പ്രക്രിയയെ അക്രീഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിലൂടെ ചെറിയ ഘടകം കൂടുതൽ മാസ് നേടുകയും കൂടുതൽ തിളക്കമുള്ളതായി മാറുകയും ചെയ്യും. എന്നാൽ അതിന്റെ ജീവിതചക്രം ഇതിനാൽ വേഗതയിൽ അവസാനിക്കുകയും ചെയ്യും. ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത് ഏതാനും ദശലക്ഷ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രക്രിയ ഒരു ടൈപ്പ് 2 സൂപ്പർനോവ സ്ഫോടനത്തിലേക്ക് നയിക്കും എന്നാണ്. ആ നിമിഷം വലിയ നക്ഷത്രത്തിന്റെ ആന്തരിക ഊർജം മുഴുവനും ഗുരുത്വാകർഷണ തകർച്ചയെ ചെറുക്കുവാൻ പര്യാപ്തമാകാതെ വരും. അത് അതിവേഗതയിൽ ചുരുങ്ങും. ശേഷം ഒരു മഹാവിസ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കും. ഈ സ്ഫോടനത്തിന്റെ ആഘാതം രണ്ട് നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബന്ധത്തെ പോലും തകർക്കാൻ സാധ്യതയുണ്ട്. അവയിൽ ഒന്ന് സ്വതന്ത്രമായി ബഹിരാകാശത്തിലേക്ക് ഒഴുകിപ്പോകും. അവസാനം ഇന്ന് നമ്മൾ കാണുന്ന ഈ തിളക്കമുള്ള ബൈനറി സിസ്റ്റത്തിന് പകരം അത്യന്തം സാന്ദ്രമായ ഒപ്റ്റിക്കൽ ശ്രേണിയിൽ മിക്കവാറും അദൃശ്യമായ ഒരു ന്യൂട്രോൺ നക്ഷത്രം മാത്രം അവശേഷിക്കും.
ലൂപ്പ് 1 മേഖലയ്ക്കുള്ളിൽ മറ്റൊരു അതിശയകരമായ കോസ്മിക് ഘടനയും നിലനിൽക്കുന്നുണ്ട്. സ്കോർപിയസ് സെഞ്ചൂറസ് അസോസിയേഷൻ. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2000-ലധികം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭീമൻ നക്ഷത്ര കുടുംബമാണിത്. നിലവിൽ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തമനുസരിച്ച് ഏകദേശം 15 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിരവധി വലിയ നക്ഷത്രങ്ങൾ ഒരേ സമയം സൂപ്പർ നോവകളായി മാറി. അവയുടെ സ്ഫോടനങ്ങളാണ് ലൂപ്പ് 1 എന്നറിയപ്പെടുന്ന ഉയർന്ന അയണൈസ്ഡ് ഹൈഡ്രജൻ ഭീമൻ കുമിള സൃഷ്ടിച്ചത്. കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ പ്രദേശത്തെ ഇന്റർസ്റ്റെല്ലാർ വാതകത്തിന്റെ താപനില 1 ദശലക്ഷം കെൽവിനിൽ കൂടുതലാണ്. എന്നാൽ ഇതിന്റെ സാന്ദ്രത വളരെയേറെ കുറവുമാണ്. ഒരു ക്യൂബിക് മീറ്റർ സ്ഥലത്ത് വെറും 50,000 ആറ്റങ്ങൾ മാത്രം. ഇത് ക്ഷീരപഥത്തിലെ ശരാശരി സാന്ദ്രതയേക്കാൾ 10 മടങ്ങിലും കുറവാണ്. ഭൂമിക്ക് സമീപത്തുള്ള ബഹിരാകാശത്തേക്കാൾ ഏകദേശം 100 മടങ്ങ് കുറവാണ്. ഇവിടെയുള്ള അത്യന്തം ചൂടുകൂടിയ വാതകം വളരെയേറെ ദുർബലമാണെങ്കിലും ഉയർന്ന വികിരണ പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. ഭാഗ്യവച്ചാൽ അത്തരം വികിരണം അവിടെയുള്ള സാങ്കല്പിക ജീവന് വലിയ ഭീഷണിയല്ല. കാരണം ചെറിയ നക്ഷത്രങ്ങളുടെ നക്ഷത്ര കാറ്റുകൾ പോലും ആ വികിരണത്തെ വഴിതിരിച്ചു വിടുവാൻ സാധിക്കും. ഒരു ഗ്രഹത്തിന് അന്തരീക്ഷമുണ്ടെങ്കിൽ അതിന്റെ മുകളിലെ പാളികൾ ഈ വികിരണത്തെ ആഗിരണം ചെയ്ത് ഉപരിതലത്തെ മുഴുവൻ സംരക്ഷിക്കും. സ്കോർപിയസ് സെഞ്ചൂറസ് അസോസിയേഷൻ ലൂപ്പ് 1 കുമിളയുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടനകളിൽ ഒന്നാണ് കോൾസാക്ക് നെബുല. ഒരു കൂറ്റൻ സാന്ദ്രമായ ഇരുണ്ട നെബുല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സതേൺ ക്രോസ് നക്ഷത്ര സമൂഹത്തിലെ ഒരു കറുത്ത പൊട്ടായിട്ടാണ് ഇത് ദൃശ്യമാവുക. ഇത് പ്രത്യേകിച്ച് വളരെയേറെ ശ്രദ്ധേയമാണ്. കാരണം ഇത് ക്ഷീരപഥത്തിന്റെ പ്രകാശമുള്ള ഒരു ഭാഗത്തെ തന്നെ മറച്ചു വെക്കുന്നു. ഏകദേശം 600 പ്രകാശവർഷം അകലെയുള്ള ഈ നെബുല ഭൂമിയുടെ രാത്രി ആകാശത്ത് ഏകദേശം 30 മുതൽ 35 പ്രകാശവർഷം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിന്റെ വിസ്തീർണം പൂർണ്ണചന്ദ്രന്റെ 138 മടങ്ങ് വലുതാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങൾ നെബുലകൾക്കുള്ളിലല്ല. പക്ഷേ ശക്തമായ ദൂരദർശിനികളുടെ സഹായത്തോടെ ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന തിളക്കമുള്ള നക്ഷത്രങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ അവയുടെ പ്രകാശം കോസ്മിക് പൊടിപടലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ തോതിൽ ചിതറിപ്പോകുന്നു. അതിനാൽ ഈ നെബുലയ്ക്ക് പിന്നിലെ വസ്തുക്കളെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ നമുക്ക് ഒരിക്കലും ലഭിക്കുകയേയില്ല. എന്നിരുന്നാലും ഗാലക്സിയുടെ ഭ്രമണം കാരണം ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഈ നെബുല നക്ഷത്രപ്രകാശത്തിൽ മങ്ങിപ്പോകുമെന്ന് കണക്കുകൂട്ടലുകൾ കാണിക്കുന്നു. ആ സമയത്ത് രാത്രി ആകാശത്തിൽ ഇതൊരു ഭീമൻ ബഹുവർണ്ണ പ്രകാശ മേഘമായി തിളങ്ങി നിൽക്കും. അതിനുശേഷം സ്വന്തം ഗുരുത്വാകർഷണം ഈ പൊടിമേഘത്തെ കൂടുതൽ ചുരുക്കും. അവസാനം പുതിയ നക്ഷത്രങ്ങൾ ജനിക്കും. അപ്പോൾ ഈ ഇരുണ്ട കോൾസാക്ക് നെബുല ഒരു തിളക്കമുള്ള തുറന്ന നക്ഷത്ര സമൂഹമായി മാറും. സ്കോർപിയസ് സെഞ്ചൂറിയസ് അസോസിയേഷനിലൂടെ നമ്മുടെ യാത്ര തുടരുമ്പോൾ അവിടെയുള്ള മിക്ക നക്ഷത്രങ്ങളും ഭീമൻ കുമിളകളുടെ താരതമ്യ ശൂന്യമായ പ്രദേശങ്ങളിലാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ അതിരുകളിൽ മുഴുവൻ അന്തരീക്ഷവും മാറിപ്പോകുന്നു. ഇവിടെ കോസ്മിക് പൊടി അടിഞ്ഞുകൂടി കിടക്കുന്നു. നക്ഷത്ര കാറ്റുകളും സൂപ്പർ നോവയുടെ പ്രതിധ്വനികളും തിളങ്ങുന്ന ഹൈഡ്രജനും ബഹിരാകാശത്തെ അലയടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 440 പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഒരു നീല ഭീമൻ നക്ഷത്രം സീറ്റ ഒഫിയുക്കി. മങ്ങിയ കോസ്മിക് നെബുലയ്ക്കുള്ളിലൂടെ അത് അമിത വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആകാശഗോളം നമ്മുടെ സൂര്യനേക്കാൾ ഏകദേശം 20 മടങ്ങിൽ കൂടുതൽ മാസുള്ളതാണ്. ഇതിൻ്റെ ശരാശരി ഉപരിതല താപനില എന്നത് 35,000 കെൽവിനിലും കൂടുതലാണ്. അതായത് അതിൻ്റെ വികിരണത്തിൻ്റെ ഭൂരിഭാഗവും അൾട്രാ വയലറ്റ് ശ്രേണിയിലാണുള്ളത്. വസ്തുവിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഇത് ഒരിക്കൽ സ്കോർപിയസ് സെഞ്ചൂറിയസ് അസോസിയേഷന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഏതോ മഹത്തായ സംഭവത്തിന്റെ ഫലമായി ഇത് അവിടെ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടു. ഇപ്പോൾ ഇത് ബഹിരാകാശത്തിലൂടെ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. സീറ്റ ഒഫിയുക്കിയെ ചുറ്റിപ്പറ്റിയുള്ള കോസ്മിക് പൊടി അതിന്റെ പ്രകാശത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ആഗിരണം ചെയ്യുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഈ നക്ഷത്രം ഭൂമിയുടെ രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിൽ ഒന്നായി തന്നെ മാറുമായിരുന്നു. അതിൻ്റെ ഭീമാകാര വലിപ്പവും ഉയർന്ന താപനിലയും കാരണം ഇത് സൂര്യനേക്കാൾ ഏകദേശം 74,000 മടങ്ങിൽ കൂടുതൽ ഊർജം പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഇത് രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള 100 നക്ഷത്രങ്ങളിൽ ഒന്നാണ്. സീറ്റ ഒഫിയുക്കിയുടെ അതിവേഗ ചലനവും ശക്തമായ നക്ഷത്ര കാറ്റുകളും ചേർന്ന്
അതിന്റെ മുന്നിൽ ഒരു ഭീമൻ ഷോക്ക് തരംഗം തന്നെ സൃഷ്ടിക്കുന്നു. ബഹിരാകാശത്തെ തന്നെ ഇരുവശത്തേക്കും ചീന്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു കോസ്മിക് കപ്പലിനെ പോലെ. ഈ ഷോക്ക് വേവിന്റെ വെളിച്ചം പരിശോധിച്ചാണ് ശാസ്ത്രജ്ഞന്മാർ നക്ഷത്രക്കാറ്റിന്റെ ശക്തി കണക്കാക്കുന്നത്. കണക്കുകൾ പ്രകാരം ഈ നക്ഷത്രം ഓരോ വർഷവും സൂര്യന്റെ മാസിന്റെ ഏകദേശം 1.1 × 10⁻⁷ ഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓരോ 9 ദശലക്ഷം വർഷങ്ങൾക്കിടയിലും ഒരു മുഴുവൻ സൂര്യമാസിന്റെ തുല്യമായ ദ്രവ്യം നക്ഷത്രത്തിൽ നിന്നും ബഹിരാകാശത്തേക്ക് ചിതറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. സീറ്റ ഒഫിയൂക്കിയുടെ സ്പെക്ട്രത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അതിന്റെ ഉപരിതലം ശക്തമായി സ്പന്ദിക്കുന്നതായി കാണിക്കുന്നു. നക്ഷത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അതിശക്തമായ പ്രക്രിയകൾ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഷോക്ക് തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു. അവയുടെ സ്വാധീനത്തിൽ ഈ ഭീമൻ നക്ഷത്രം നിരന്തരം വിറയലോടെ താളം പിടിക്കുന്നു. എന്നാൽ ഇതിലും അതിശക്തമായ മറ്റൊരു സവിശേഷത ഇതിനുണ്ട്. സീറ്റ ഒഫിയൂക്കി അതിവേഗതയിൽ കറങ്ങുന്നൊരു നക്ഷത്രമാണ്. ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ ഇത് സ്വന്തം അച്ചുതണ്ടിന് ചുറ്റും ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു. ഇതിന്റെ മധ്യരേഖയിൽ ദ്രവ്യത്തിന്റെ വേഗത സെക്കൻഡിൽ 400 കിലോമീറ്ററിൽ എത്തുന്നു. ഇത് സൂര്യന്റെ ഭ്രമണ വേഗതയേക്കാൾ അനവധി മടങ്ങ് കൂടുതലാണ്. ഈ അതിവേഗ ഭ്രമണത്തിന്റെ ഫലമായി നക്ഷത്രത്തിന്റെ ആകൃതി ഗോളാകൃതിയിൽ നിന്നും വളരെ അകന്നു പോകുന്നു. ഇതിന്റെ മധ്യരേഖ ആരം സൂര്യന്റെ ഏകദേശം 9 മടങ്ങിലും കൂടുതലാണ്. എന്നാൽ ധ്രുവ ആരം ഏകദേശം 7.5 മടങ്ങ് മാത്രമാണ്. താപനിലയും നക്ഷത്രത്തിന് ഉടനീളം ഒരുപോലെയല്ല. ഭൂമധ്യരേഖത്തിന് സമീപം ഉപരിതല താപനില ഏകദേശം 30,700 കെൽവിൻ മാത്രമാണെങ്കിൽ ധ്രുവങ്ങളിൽ അത് 39,000 കെൽവിനിലും ഉയരുന്നു. ഇത്രയും വേഗതയിൽ കറങ്ങുന്നതിനാൽ ഈ ഭീമൻ നക്ഷത്രം തകർച്ചയുടെ വക്കിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് അല്പം കൂടെ വേഗതയിൽ കറങ്ങിയാൽ ഇനേഷ്യ ഫോഴ്സ് ഇതിനെ കീറി മുറിച്ചു കളയും. സീറ്റ ഒഫിയൂക്കിക്ക് ഏകദേശം 3 ദശലക്ഷം വർഷം മാത്രമാണ് പ്രായം. പ്രപഞ്ച നിലവാരം അനുസരിച്ച് ഇത് വളരെയേറെ ചെറുപ്പമാണ്. എന്നിരുന്നാലും ഇത് ജീവിതത്തിന്റെ പകുതിയോളം ജീവിച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഇതൊരു ചുവന്ന ഭീമൻ നക്ഷത്രമായി വികസിക്കുകയും സൂപ്പർനോവ സ്ഫോടനത്തിൽ ജീവിതം അവസാനിക്കുകയും ചെയ്യും. അവസാനം ഒരു ന്യൂട്രോൺ നക്ഷത്രം മാത്രം അവശേഷിക്കും. ഈ ഭീമൻ നക്ഷത്രത്തിൽ നിന്നും അല്പം അകലെയായി ഇതിന്റെ ഗുണങ്ങളിൽ നിന്നും പൂർണ്ണമായും വിപരീതമായ മറ്റൊരു ബഹിരാകാശ വസ്തുവുണ്ട്. ഭൂമിയിൽ നിന്നും ഏകദേശം 400 പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രം. ഇത് അത്രയേറെ മങ്ങിയതാണ്. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾക്ക് ഇതിനെ ഒരിക്കലും കാണുവാൻ സാധിക്കുകയേയില്ല. അതിനാൽ ഇത് മനോഹരമായൊരു പരമ്പരാഗത പേര് പോലുമില്ല. പകരം ഒരു ദൈർഘ്യമേറിയ ശാസ്ത്രീയ സൂചികാ നമ്പറിലൂടെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വസ്തു ഒരു സൂപ്പർനോവ സ്ഫോടനത്തിന്റെ അവശിഷ്ടമാണ്. ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു വലിയ നക്ഷത്രത്തിന്റെ വളരെ ചുരുങ്ങിപ്പോയ ഒരു ഹൃദയം മാത്രം. അതിന് സാധാരണ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ മാസുണ്ടെങ്കിലും ഇതിന്റെ വലിപ്പം ഒരു ചെറിയ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പത്തോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ ഒപ്റ്റിക്കൽ ദൂരദർശിനിക്ക് പോലും ഇതിനെ നേരിട്ട് കാണുവാൻ സാധിക്കില്ല. എന്നാൽ ഇത് ശക്തമായ എക്സ്റേ പൾസുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ആ പൾസുകൾ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെ ഇരുന്നും കണ്ടെത്തുവാൻ സാധിക്കും. വളരെ കാലം ഇത്തരം ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ നിലനിൽപ്പ് മനുഷ്യന് അറിയില്ലായിരുന്നു. മനുഷ്യന്റെ കണ്ണുകൾക്ക് അദൃശ്യമായ എക്സ്റേ ശ്രേണിയിലെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുവാൻ കഴിയുന്ന ദൂരദർശിനികൾ വന്ന ശേഷമാണ് ശാസ്ത്രജ്ഞർ ഇവയെ കണ്ടെത്താൻ തുടങ്ങിയത്. ഇത്തരം വസ്തുക്കൾ അത്യന്തം അപൂർവമാണ്. സാധാരണ നക്ഷത്രങ്ങളെക്കാൾ ഏകദേശം 1000 മടങ്ങോളം അപൂർവം. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഇത്രയും സമീപത്ത് ഒരു ന്യൂട്രോൺ നക്ഷത്രം ഉണ്ടായത് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് വലിയ ആവേശം തന്നെ ഉണ്ടാക്കി. ആദ്യ പഠനങ്ങൾ ഈ വസ്തുവിന്റെ ഉപരിതല താപനില അസാധാരണമായി ഉയരുന്നതാണെന്ന് വെളിപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ ഇതൊരു സാങ്കല്പിക ക്ലാർക്ക് നക്ഷത്രമാണെന്ന് പോലും കരുതപ്പെട്ടു. എന്നാൽ പിന്നീട് ഡേറ്റകൾ കൂടുതൽ കൃത്യമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു സാധാരണ ന്യൂട്രോൺ നക്ഷത്രമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നിരുന്നാലും ഇതിപ്പോഴും അത്യന്തം അപൂർവവും അതിശക്തമായ ചൂടുള്ളതുമായ ഒരു വസ്തുവാണ്. ഏകദേശം 1 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സൂപ്പർനോവ സ്ഫോടനത്തിന് ശേഷമാണ് ഇത് രൂപപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ ആരം ഏകദേശം 12 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ ഉപരിതല താപനില 2,50,000 കെൽവിനിലും കൂടുതലാണ്. ഈ താപനില അവിശ്വസനീയമായി തോന്നാം. കാരണം മിക്ക ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെയും ഉപരിതല താപനില ഏതാനും 1000 കെൽവിനുകൾ മാത്രമാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ കരുതുന്നത് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ജനിക്കുന്ന സമയത്ത് അവ ദശലക്ഷക്കണക്കിന് കെൽവിൻ വരെ ചൂടാകും എന്നാണ്. ശേഷം അവ അതിവേഗതയിൽ തണുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഭൂമിയോട് ഇത്രയും അടുത്തതും
ഇപ്പോൾ ഇത്രയും ചൂടേറിയതുമായി നിലനിൽക്കുന്ന ഒരു ന്യൂട്രോൺ നക്ഷത്രത്തെ കണ്ടെത്തിയത് വലിയ ഭാഗ്യമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം വസ്തുക്കളെ പഠിക്കുന്നതിലൂടെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് വിലപ്പെട്ട അറിവുകൾ ലഭിക്കുന്നു. കാരണം ഇന്നും ന്യൂട്രോൺ നക്ഷത്ര ഭൗതിക ശാസ്ത്രത്തിൻ്റെ പല ഭാഗങ്ങളും മനുഷ്യർക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടേയില്ല. കണക്കുകൾ അനുസരിച്ച് ഈ സൂപ്പർ സാന്ദ്ര വസ്തുക്കളുടെ ഗുരുത്വാകർഷണം ചുറ്റുമുള്ള സ്ഥലത്തെ തന്നെ വളച്ചൊടിക്കുന്നു. അതിനാൽ അവയെ വിവരിക്കുവാൻ സാധാരണ ഭൗതികശാസ്ത്ര നിയമങ്ങൾ മാത്രം മതിയാകില്ല. ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ സമീപത്ത് അതിശക്തമായ ഗുരുത്വാകർഷണവും ഭീമൻ കാന്തിക ക്ഷേത്രങ്ങളും ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ മറ്റെവിടെയും അസാധ്യമായ ഭൗതിക പ്രതിഭാസങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു. അങ്ങനെ കൗതുകമുണർത്തുന്ന ന്യൂട്രോൺ നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് സാധിക്കുന്ന അത്ര നമ്മൾ പഠിച്ചു. ഭൂമിയുടെ ഏറ്റവും സമീപത്തുള്ള ഈ ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ അടുത്താണ് മനുഷ്യർ ആദ്യമായി ഒരു അതിശയകരമായ ഭൗതിക പ്രതിഭാസം തന്നെ കണ്ടെത്തിയത്. അതിൻ്റെ പേരും അല്പം കൗതുകകരമാണ്: വാക്വം ബൈറിഫിർഗ്രൻസ്. ഇത് ഓയിലർ ഹൈസൻബെർഗ് പ്രതിഭാസം എന്നും അറിയപ്പെടുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ സ്വഭാവം അതീവ വിചിത്രമാണ്. അതിശക്തമായ ഗുരുത്വാകർഷണവും ഭീമൻ കാന്തിക ക്ഷേത്രവും നിറഞ്ഞ പ്രദേശത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് സാധാരണ പോലെ നേരെ സഞ്ചരിക്കില്ല. പകരം പ്രകാശകിരണങ്ങൾ വ്യത്യസ്ത ധ്രുവീകരണമുള്ള നിരവധി വികിരണങ്ങളായി വിഭജിക്കുന്നു. ഒരിക്കൽ അത് വെറും സൈദ്ധാന്തിക പ്രവചനം മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് ഭൂമിയിലെ ലബോറട്ടറികളിൽ ഈ പ്രതിഭാസം പുനർസൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ പ്രകൃതിയിൽ ഇതിൻ്റെ ആദ്യ വ്യക്തമായ തെളിവ് ലഭിച്ചത് 2016-ലാണ്, അതും ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ അടുത്ത്. ഇന്ന് വരെ ഈ പ്രതിഭാസം വിശ്വസനീയമായി സ്ഥിരീകരിക്കപ്പെട്ട ഏക ബഹിരാകാശ വസ്തുവായി ഇത് തുടരുന്നു. സമീപ വർഷങ്ങളിൽ സമാനമായ ചില സൂചനകൾ മറ്റു ന്യൂട്രോൺ നക്ഷത്രങ്ങളിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും അവ ഇനിയും പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ അത്ഭുതകരമായ വസ്തുക്കളെക്കുറിച്ചുള്ള ഗവേഷണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഘടനയും പരിണാമത്തെയും കുറിച്ച് നമുക്കിപ്പോഴും വളരെ കുറച്ചു മാത്രമേ അറിയൂ. അതേസമയം സ്കോർപിയസ് സെഞ്ചുറീസ് അസോസിയേഷന്റെ ഏകദേശം വിപരീത ദിശയിൽ ടോറസ് നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗത്ത് മറ്റൊരു മഹത്തായ കോസ്മിക് ഘടന നിലനിൽക്കുന്നുണ്ട്: ഹിയാഡീസ്. ഭൂമിയിൽ നിന്നും ഏകദേശം 150 പ്രകാശവർഷം അകലെയുള്ള ഒരു തുറന്ന നക്ഷത്ര സമൂഹം. ഈ ക്ലസ്റ്ററിന് ഏകദേശം 650 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. ഒരിക്കൽ ഇത് വലുതായിരുന്നു. രൂപീകരണ സമയത്ത് ഇതിൻ്റെ ആകെ മാസ് എന്നത് 1200 സൂര്യമാസിൽ കൂടുതലായിരുന്നു. എന്നാൽ ക്ഷീരപഥത്തിൻ്റെ ഗുരുത്വാകർഷണം പതുക്കെ പതുക്കെ ഇതിനെ തകർത്തു തുടങ്ങി. കാലക്രമേണ ഇതിൻ്റെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും ക്ലസ്റ്ററിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോയി. ഇപ്പോൾ ഹിയാഡീസിന്റെ കേന്ദ്രഭാഗം ഏകദേശം 10 പ്രകാശവർഷം വ്യാസമുള്ള സാന്ദ്രമായ നക്ഷത്രക്കൂട്ടങ്ങളായി ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഏകദേശം 30 പ്രകാശവർഷത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ടൈഡൽ സോൺ നിലനിൽക്കുന്നു. അവിടെ ഇപ്പോഴും 100 കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഹിയാഡീസിന്റെ ഏറ്റവും അതിശക്തമായ സവിശേഷത ഇതൊന്നുമല്ല. ഇതിന്റെ കേന്ദ്രത്തിൽ നിന്നും 2 ഭീമൻ നക്ഷത്രവാലുകൾ നീണ്ടുപോകുന്നുണ്ട് എന്നതാണ്. നിരീക്ഷണങ്ങൾ പ്രകാരം ആ വാലുകളുടെ നീളം 2500 പ്രകാശവർഷത്തിലും കൂടുതലാണ്. ക്ഷീരപഥത്തിന്റെ ഭീമൻ ഗുരുത്വാകർഷണമാണ് ഇവയെ സൃഷ്ടിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഒരു വാൽ ഗാലക്സിയുടെ കേന്ദ്രത്തിലേക്കാണ് നീളുന്നത്, മറ്റൊന്ന് ഗാലക്സി ഡിസ്കിന്റെ പുറംഭാഗത്തേക്ക് എതിർദിശയിൽ. ഈ വാലുകൾ 2018 മാത്രമാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതിനു മുൻപ് ഇവയിൽ നിരവധി നക്ഷത്രങ്ങൾ ഹിയാഡീസിന്റെ ഭാഗമാണെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞതേയില്ല. നക്ഷത്രങ്ങളുടെ ചലനപഥങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തതോടെ അവയുടെ പൊതുവായ ഉത്ഭവം മനസ്സിലായി. മൊത്തത്തിൽ ഹിയാഡീസിൽ ഇന്ന് 700-ലധികം നക്ഷത്രങ്ങളാണുള്ളത്. അവയുടെ സംയുക്ത പിണ്ഡം എന്നത് ഏകദേശം 435 സൗരപിണ്ഡമാണ്. ഇവിടെ ഭീമൻ നക്ഷത്രങ്ങളില്ല. അത്തരം വസ്തുക്കൾ അവരുടെ പരിണാമം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. വെളുത്ത കുള്ളന്മാരായി അവ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ക്ലസ്റ്ററിൽ 4 ചുവന്ന ഭീമന്മാരും 9 വെളുത്ത കുള്ളന്മാരെയുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 27ഓളം തവിട്ട് കുള്ളന്മാരുമുണ്ട്. നക്ഷത്രങ്ങളാകാൻ കഴിയാത്ത അത്ര ചെറുതും ഗ്രഹങ്ങളായി കണക്കാക്കുവാൻ കഴിയാത്ത അത്ര വലുതുമായ വിചിത്രമായ വസ്തുക്കൾ. ഹിയാഡീസിലെ ഏറ്റവും ശ്രദ്ധേയമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് എപ്സിലോൺ ടോറി. ഐൻ അല്ലെങ്കിൽ വടക്കൻ കണ്ണ് എന്നും അറിയപ്പെടുന്ന ഈ നക്ഷത്രം ഭൂമിയിൽ നിന്നും ഏകദേശം 150 പ്രകാശവർഷത്തോളം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇതിപ്പോൾ ഒരു ഓറഞ്ച് ഭീമനായി പരിണമിച്ചിരിക്കുകയാണ്. ഒരിക്കൽ പ്രധാന ശ്രേണി നക്ഷത്രമായിരുന്ന ഇത് ഇപ്പോൾ അതിൻ്റെ ഹീലിയം കോർ ചുറ്റപ്പെട്ട് വികസിച്ച പുറംപാളികളോടെ തിളങ്ങുന്നു. ഇതിൻ്റെ പിണ്ഡമെന്നത് സൂര്യൻ്റെ 2.7 മടങ്ങും ആരം 12.5 മടങ്ങിലും കൂടുതലാണ്. ഉപരിതല താപനില ഏകദേശം 4900 കെൽവിൻ മാത്രമാണെങ്കിലും ഇതിൻ്റെ വലിപ്പം കാരണം ഇത് സൂര്യനേക്കാൾ ഏകദേശം 80 മടങ്ങിൽ കൂടുതൽ പ്രകാശം പുറപ്പെടുവിക്കുന്നു. എന്നാൽ ഈ നക്ഷത്രത്തെ പ്രത്യേകമാക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ഒരു എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയിട്ടുണ്ട്. അമതേരു എന്നറിയപ്പെടുന്ന ഈ ഗ്രഹം 2007 കണ്ടെത്തിയത്. ഒരു തുറന്ന നക്ഷത്ര സമൂഹത്തിനുള്ളിൽ കണ്ടെത്തിയ ആദ്യത്തെ എക്സോ പ്ലാനറ്റുകളിൽ ഒന്നായി മാറി ഈ ഗ്രഹം. ഈ ഭീമൻ ഗ്രഹം തൻ്റെ മാതൃനക്ഷത്രത്തിന് ചുറ്റും ഏകദേശം 645 ദിവസങ്ങളിൽ ഒരിക്കൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. ഇതിൻ്റെ ശരാശരി ദൂരം ഏകദേശം 1.9 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകളാണ്. എന്നാൽ ഭ്രമണപഥം നീണ്ട ദീർഘവൃത്താകൃതി ഉള്ളതിനാൽ ഈ ദൂരം സമയത്തിനനുസരിച്ച് വലിയ തോതിൽ മാറുന്നു. അമതേരുവിൻ്റെ മാസ് വ്യാഴത്തിൻ്റെ 7.6 മടങ്ങാണ്. ഇതിൻ്റെ ആരം വ്യാഴത്തെക്കാളും ഏകദേശം 18% കൂടുതലാണ്. മാതൃനക്ഷത്രത്തിൻ്റെ ശക്തമായ വികിരണം കാരണം ഈ ഗ്രഹത്തിന് ശരാശരി താപനില ഏകദേശം 541 കെൽവിൻ, അതായത് 268 ഡിഗ്രി സെൽഷ്യസോളമാണ്. അതിനാൽ ഇതിനെ ഹോട്ട് സൂപ്പർ ജൂപ്പിറ്റർ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും വലിപ്പം കൂടിയ ഉപഗ്രഹങ്ങൾ നിലനിൽക്കാനുള്ള സാധ്യതകളും ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയുന്നില്ല. എന്നാൽ ഈ സിസ്റ്റത്തിന്റെ ഭാവി ഇരുണ്ടതാണ്. കേന്ദ്ര നക്ഷത്രം ഇതിനകം തൻ്റെ ഇന്ധനശേഖരം തീർക്കുകയാണ്. വളരെ പെട്ടെന്ന് അത് തൻ്റെ പുറംപാളികൾ ബഹിരാകാശത്തിലേക്ക് ചിതറിച്ചു കളയും. ശേഷം ഒരു വെളുത്ത കുള്ളനായി മാറും. ഈ പ്രക്രിയയിൽ സമീപത്തുള്ള ഗ്രഹങ്ങൾ നശിക്കുകയോ ശാശ്വതമായി മരവിക്കുകയോ ചെയ്യാം. ഇതോടൊപ്പം ഏകദേശം 30 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഹിയാഡീസ് തന്നെ ഗുരുത്വാകർഷണ ബലം നഷ്ടപ്പെടുത്തി പരിപൂർണമായും വിഘടിച്ചു പോകും. അതിൻ്റെതായ നക്ഷത്രങ്ങളെല്ലാം ക്ഷീരപഥത്തിൽ ഉടനീളം ചിതറിപ്പോകും. അവയുടെ പൊതുവായ ഉത്ഭവത്തെക്കുറിച്ച് പറയുവാൻ ശേഷിക്കുന്നത് വളരെയേറെ ചെറിയ ചില ഗുരുത്വാകർഷണ അടയാളങ്ങൾ മാത്രമായിരിക്കും. നമ്മുടെ യാത്ര ബഹിരാകാശത്തിൻ്റെ അഗാധത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നീങ്ങിക്കഴിയുമ്പോൾ മറ്റൊരു മഹത്തായ നക്ഷത്ര സമൂഹം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. പ്ലിയാഡീസ്. ഭൂമിയിൽ നിന്നും ഏകദേശം 445 പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള ഈ തുറന്ന നക്ഷത്ര സമൂഹം നമ്മുടെ രാത്രി ആകാശത്തിലെ ഏറ്റവും മനോഹരമായ കോസ്മിക് കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. കണക്കുകൂട്ടലുകൾ പ്രകാരം പ്ലിയാഡീസിൽ 3000-ലധികം വസ്തുക്കൾ നിലകൊള്ളുന്നു. അവയുടെ ആകെ മാസെന്നത് 800 സൗരപിണ്ഡത്തെക്കാളും കൂടുതലാണ്. എന്നിരുന്നാലും ഇന്നുവരെ ഏകദേശം 1200 നക്ഷത്രങ്ങൾ മാത്രമാണ് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവ അത്രയും മങ്ങിയതും തണുത്തതുമാണ്. അവയെ കണ്ടെത്തുന്നത് അതീവ പ്രയാസകരവുമാണ്. ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത് ക്ലസ്റ്ററിലെ ഏകദേശം 4/1 വസ്തുക്കളും തവിട്ടുകുള്ളന്മാരാണ് എന്നാണ്. നക്ഷത്രങ്ങളായി മാറാൻ കഴിയാത്ത അത്ര ചെറുതും എന്നാൽ ഗ്രഹങ്ങളായി കണക്കാക്കുവാൻ കഴിയാത്ത അത്ര വലുതുമായ വളരെയേറെ വിചിത്രമായ ലോകങ്ങൾ. പ്ലിയാഡീസിന് ഏകദേശം 115 ദശലക്ഷം വർഷത്തെ പ്രായമുണ്ട്. പ്രപഞ്ച നിലവാരമനുസരിച്ച് ഇത് ഇപ്പോഴും യുവാവാണ്. എന്നാൽ അതിൻ്റെ രൂപീകരണ കാലത്തുണ്ടായിരുന്ന നക്ഷത്രങ്ങളിൽ 2/3 ഭാഗവും ഇതിനോടകം ക്ലസ്റ്റർ വിട്ടു പോയതായി കണക്കാക്കപ്പെടുന്നു. ഒരിക്കൽ പ്ലിയാഡീസിൻ്റെ ഇന്നത്തേക്കാൾ അനവധി മടങ്ങ് വലിപ്പവും വെളിച്ചവും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇത് ഓറിയോൺ നിബുല എന്ന പോലെ തന്നെ അതിശക്തമായ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്ന ഒരു മേഖലയായി തിളങ്ങിയിരിക്കാം. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ഗുരുത്വാകർഷണം പതിയെ ഈ ഘടനയെ പിരിച്ചുവിട്ടു. കണക്കുകൂട്ടലുകൾ പ്രകാരം 500 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ഏതാനും 100 നക്ഷത്രങ്ങൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അവയിൽ ഭൂരിഭാഗവും ചെറിയ ചുവന്ന കുള്ളന്മാരും തവിട്ടുകുള്ളന്മാരുമായിരിക്കും. 1 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഈ ക്ലസ്റ്റർ ഏതാനും ഡസൻ വസ്തുക്കൾ മാത്രമായി ചുരുങ്ങും. അതുവരെ ഒരു വാതക പൊടിമേഘമോ മറ്റൊരു ഭീമൻ ക്ലസ്റ്ററോ സമീപത്തുകൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഈ വിഘടനം ഇനിയും വേഗത്തിലാകും. പ്ലിയാഡീസിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ആൾസിയോൺ. ഭൂമിയിൽ നിന്നും ഏകദേശം 440 പ്രകാശവർഷം അകലെയുള്ള ഈ വസ്തു 4 ഘടകങ്ങൾ ചേർന്ന ഒരു മൾട്ടി സ്റ്റാർ സിസ്റ്റമാണ്. എന്നാൽ അവയിൽ 3 ഘടകങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമല്ല. ഈ സിസ്റ്റത്തിന്റെ പ്രകാശത്തിന് പ്രധാന സംഭാവന നൽകുന്നത്
നീല വെളുത്ത ഭീമൻ നക്ഷത്രമായ ആൽസിയോൺ എ ആണ്. ഈ നക്ഷത്രത്തിന് ഏകദേശം 6 സൂര്യൻ്റെ മാസമാണുള്ളത്. ഇതിൻ്റെ ആരമെന്നത് സൂര്യൻ്റെ 8.5 മുതൽ 10 മടങ്ങ് വരെ വലിപ്പം കൂടിയതാണ്. അതേസമയം ഇതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മറ്റൊരു അതിശയകരമായ സത്യമാണ്. ആൽസിയോൺ അതിവേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യരേഖയിൽ പുറംപാളിയുടെ വേഗത സെക്കൻഡിൽ 215 കിലോമീറ്റർ വരെ എത്തുന്നു. ഇത് സൂര്യൻ്റെ ഭ്രമണ വേഗതയേക്കാൾ ഏകദേശം 100 മടങ്ങോളം കൂടുതലാണ്. ഈ അതിവേഗ ഭ്രമണത്തിൻ്റെ ഫലമായി നക്ഷത്രത്തിൻ്റെ രൂപം ഗോളാകൃതിയിൽ നിന്നും വികലമായി മാറിയിരിക്കുന്നു. ഇത് പരന്ന ദീർഘവൃത്താകൃതിയായി മാറുന്നു. ഇനേഷ്യ ഫോഴ്സും അതിശക്തമായ നക്ഷത്രക്കാറ്റുകളും ചേർന്ന് ഉപരിതലത്തിൽ നിന്നും ദ്രാവകത്തെ നല്ല രീതിയിൽ പുറത്തേക്ക് കളയുന്നു. ഈ കണങ്ങൾ നക്ഷത്രത്തിന്റെ മധ്യരേഖയ്ക്ക് ചുറ്റും ഒരു ചൂടുള്ള വലിയ വലയാകൃതിയിൽ നെബുലയായി രൂപപ്പെടുന്നു. ആൽസിയോണിന്റെ ശരാശരി ഉപരിതല താപനില ഏകദേശം 12250 കെൽവിനാണ്. എന്നാൽ താപനിലയും ഒരുപോലെയല്ല. ഭൂമധ്യരേഖയ്ക്ക് സമീപം ഇത് കുറവായിരിക്കുമ്പോൾ ധ്രുവങ്ങളിൽ ഇത് വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് നക്ഷത്രത്തിന്റെ ഉപരിതലത്തിൽ ഉടനീളം പ്രകാശം അസമമായി വിതരണം ചെയ്യപ്പെടുന്നു. ശരാശരി ആൽസിയോണിൻ സൂര്യനേക്കാളും ഏകദേശം 2000 മടങ്ങിൽ കൂടുതൽ പ്രകാശമാണ് പുറപ്പെടുവിക്കുന്നത്. നക്ഷത്ര പരിണാമത്തിന്റെ നിലവിലെ മാതൃകകൾ പ്രകാരം ആൽസിയോണിന്റെ പ്രായം ഏകദേശം 70 ദശലക്ഷം വർഷമാണ്. ഇത് പ്ലിയാഡീസിന്റെ ശരാശരി പ്രായത്തെക്കാളും കുറവാണ്. ഇതിനർത്ഥം ഈ നക്ഷത്രം പിന്നീട് ക്ലസ്റ്ററിലേക്ക് ഗുരുത്വാകർഷണത്തിൽ കുടുങ്ങിപ്പോയതാകാനാണ് സാധ്യത. സിസ്റ്റത്തിലെ മറ്റു ഘടകങ്ങൾ കേന്ദ്രത്തിൽ നിന്നും വളരെയേറെ അകലെയാണ്. ചിലത് 10,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകളിൽ കൂടുതൽ അകലത്തിലാണ്. ആൽസിയോൺ ബി, സി എന്നീ ഘടകങ്ങൾ നീല വെള്ള നിറമുള്ള പ്രധാന ശ്രേണി നക്ഷത്രങ്ങളാണ്. ഇവയിൽ ചിലത് സാധാരണ ബൈനോക്കുലറുകൾ ഉപയോഗിച്ച് കാണുവാൻ സാധിക്കും. ആൽസിയോൺ സിയുടെ തിളക്കമാണ് പ്രത്യേകിച്ച് വിചിത്രം. ഓരോ 1 മണിക്കൂർ 8 മിനിറ്റ് ഇടവേളകളിൽ ഇതിന്റെ വെളിച്ചം ക്രമേണ ഏകദേശം 5% വർദ്ധിക്കുന്നു. അതിനുശേഷം വീണ്ടും പതിയെ പഴയ നിലയിലേക്ക് മടങ്ങുന്നു. ഈ സ്പന്ദനങ്ങൾ നക്ഷത്രത്തിന്റെ ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഷോക്ക് തരംഗങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്നാണ് കരുതപ്പെടുന്നത്. സിസ്റ്റത്തിലെ 4ാമത്തെ ഘടകം സൂര്യനേക്കാളും അല്പം വലിപ്പവും മാസവും കൂടുതലുള്ള മഞ്ഞ വെളുത്ത നക്ഷത്രമാണ്. ഇതുവരെ ഈ സിസ്റ്റത്തിൽ ഗ്രഹങ്ങളെ ഒന്നും കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പോലും വിജയിച്ചിട്ടില്ല. ഒരുപക്ഷെ അവ അന്തരീക്ഷത്തിന് അനുകൂലമല്ലാത്ത ഭ്രമണപഥമായതിനാലായിരിക്കാം. അല്ലെങ്കിൽ സമീപത്തുള്ള ഭീമൻ നക്ഷത്രങ്ങളുടെ ശക്തമായ ഗുരുത്വാകർഷണം അവയുടെ രൂപീകരണത്തെ തന്നെ തടഞ്ഞിരിക്കും. എന്തായാലും ഇത്തരം സിസ്റ്റത്തിൽ ജീവന് സാധ്യത വളരെയേറെ കുറവാണ്. കാരണം മാതൃനക്ഷത്രങ്ങളുടെ ഉയർന്ന പ്രവർത്തനവും ശക്തമായ വികിരണവും സമീപ ഗ്രഹങ്ങളെ അതീവ അപകടകരമായ ലോകങ്ങളാക്കി മാറ്റും. നമ്മുടെ സൗരയൂഥത്തെ ചുറ്റിപ്പറ്റിയുള്ള 100 കണക്കിന് പ്രകാശവർഷങ്ങളുടെ പ്രദേശം മാത്രം നോക്കിയാലും അതിൽ എത്രയോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. വൈവിധ്യമാർന്ന നക്ഷത്രങ്ങൾ, ഇരുണ്ട പൊടിപടലങ്ങളുടെ ഭീമൻ മേഘങ്ങൾ, ചുവന്ന ചൂടുള്ള ഹൈഡ്രജന്റെ കുമിളകൾ, തകർന്നുപോയ നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, അറിയപ്പെടാത്ത അനവധി കോസ്മിക് ഘടനകൾ. ഇതെല്ലാം ചേർന്നാലും ഇത് ഓറിയോൺ ഭുജത്തിന്റെ അതിരിലെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ്. മുഴുവൻ ക്ഷീരപഥത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ പ്രദേശം ഏതാണ്ട് അദൃശ്യമാണ്. അതേസമയം നമ്മുടെ ഗാലക്സി തന്നെ ഭീമൻ ഗാലക്സി ക്ലസ്റ്ററുകളുടെ അഗാധമായ കോസ്മിക് ശൂന്യതകളും തമ്മിൽ ഒഴുകുന്ന ഒരു ചെറിയ മണൽത്തരി പോലെയാണ്. പ്രപഞ്ചത്തിന്റെ ഈ അനന്തമായ വൈവിധ്യം മനുഷ്യ മനസ്സിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തന്നെ വളരെ പ്രയാസമാണ്. അതിലും പ്രയാസമാണ് നമുക്ക് കാണാനാകുന്നത് ഈ മഹത്തായ യാഥാർത്ഥ്യത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന സത്യം അംഗീകരിക്കുമ്പോഴാണ്. പ്രപഞ്ചം ഇന്നും മനുഷ്യന് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഭൗതിക ശാസ്ത്രത്തിന്റെ അനന്ത രഹസ്യങ്ങളെ തന്റെ തോളിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ നടത്തിയ ഈ അത്ഭുതകരമായ യാത്ര എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.